ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ എല്ലാം ഐബെല്ലിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ നമുക്ക് ഐബെല്ലിൻ്റെ പാഴ്സൽ വരുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പ്രോഡക്ട്സിലെ എല്ലാത്തിൻ്റെ ഓരോ പീസ് ഞാനിവിടെ ഡിസ്പ്ലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ റേഡിയോ ആണ്. അപ്പോൾ റേഡിയോയുടെ എല്ലാ മോഡലും തന്നെ ഇന്ന് വന്നിട്ടുണ്ട്. പെൻഡ്രൈവ് കുത്തി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതുണ്ട്. പെൻഡ്രൈവ് യൂസ് ചെയ്യാവുന്നത് തന്നെ 3 മോഡലുണ്ട് കേട്ടോ. ഇത് പെൻഡ്രൈവ് യൂസ് ചെയ്യാവുന്ന റേഡിയോ ആണ്, ഇത് പെൻഡ്രൈവ് യൂസ് ചെയ്യാവുന്ന റേഡിയോ ആണ്, ഇതും പെൻഡ്രൈവ് യൂസ് ചെയ്യാവുന്ന റേഡിയോ ആണ്. അങ്ങനെ 3 മോഡലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു റേഡിയോ, ഇത് പെൻഡ്രൈവ് ഇല്ല, സാധാ റേഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ 2 വേരിയൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് റീചാർജബിൾ ബാറ്ററി, ഇൻബിൽറ്റ് റീചാർജബിൾ ബാറ്ററി ഉള്ള മോഡലും വരുന്നുണ്ട്, ബാറ്ററി ഇല്ലാത്ത മോഡലും വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഇൻബിൽറ്റ് ബാറ്ററി ഇല്ലാത്തതിന് നമുക്ക് എക്സ്ട്രാ ബാറ്ററി ഉപയോഗിക്കാം, നേരിട്ട് കറണ്ടയിൽ കൊടുത്തും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻബിൽറ്റ് ബാറ്ററി ഉള്ളതിന് നമുക്ക് പിന്നെ എക്സ്ട്രാ ബാറ്ററിയുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ കറണ്ടയിൽ യൂസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ ബാറ്ററി റീചാർജ് ആവുകയും നമുക്ക് കറണ്ട് ഇല്ലാത്തപ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് USB മോഡുള്ള റേഡിയോയും എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്, ഇൻബിൽറ്റ് ബാറ്ററിയോട് കൂടിയാണ് വരുന്നത്. ഇതൊക്കെ 1 year വാറണ്ടി ഉള്ള പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ നമുക്ക് ഐബെല്ലിൻ്റെ അയൺ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഒരു വില കുറഞ്ഞ മോഡലാണ് കേട്ടോ. ഇതിനൊരു 550 രൂപയ്ക്കാണ് വില വരുന്നുള്ളൂ. ഇതും വാറണ്ടി ഉള്ളതാണ്, 2 വർഷം വാറണ്ടി ഉള്ളതാണ്. പക്ഷെ ചിലർക്ക് അങ്ങനെയുണ്ടല്ലോ, ഒരു ഇത്തിരി വില കുറഞ്ഞ ടൈപ്പ് വേണമെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർ ഉദ്ദേശിച്ച് നമ്മൾ വില കുറഞ്ഞ പ്രോഡക്റ്റും എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ വാൾഫാനാണ്. അപ്പം ഈ ഒരു വാൾഫാനിന് റിമോട്ടൊക്കെ ഉള്ള ഒരു ടൈപ്പ് വാൾഫാനാണ്. ലോ നോയ്സ് മോട്ടറാണ്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സൗണ്ട് ഒന്നും കിട്ടത്തില്ല. നമുക്ക് ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല വലിയ സൗണ്ട് ഒന്നുമില്ല. ഇതും വാറണ്ടി ഉള്ള ഒരു മോഡലാണ്. റിമോട്ട് കൺട്രോൾ ഫംഗ്ഷൻ ഉണ്ട്, ഫുൾ 90 ഡിഗ്രി ഓസിലേഷൻ ഉള്ളതാണ്. പിന്നെ നമുക്ക് വെർട്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഇപ്പം നമ്മളിങ്ങനെ ഫിത്തിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉയർത്തിയും താഴ്ത്തിയും വെക്കാനായിട്ട് പറ്റും. അപ്പോൾ വെർട്ടിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, 3 സ്പീഡ് കൺട്രോൾ ഉണ്ട്, ലോ നോയ്സ് മോട്ടറാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതകളെന്ന് പറയുന്നത്. 55 വാട്ടിൻ്റെയാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ടോർച്ച് ലൈറ്റുകളുടെ ഒരു സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ FM റേഡിയോയും ഉണ്ട് കേട്ടോ, FM പോക്കറ്റ് റേഡിയോ. ഇതിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് കവറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലേ. നമ്മൾ ആദ്യം കാണിച്ചതിനകത്ത് പാക്കിംഗ് കവറൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതിന് കവറൊക്കെ ഇച്ചിരി മാറിയിട്ടുണ്ട്. ഇത് ബ്ലൂടൂത്ത് ഫംഗ്ഷനുള്ള ഒരു പോക്കറ്റ് റേഡിയോ ആണ്. പെൻഡ്രൈവ് USB യൂസ് ചെയ്യാം, മെമ്മറി കാർഡ് കൊടുക്കാം, ബ്ലൂടൂത്ത് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ മറ്റേ വലിയ റേഡിയോ പോലെ തന്നെ, പക്ഷെ സൈസ് ചെറുതാണെന്നേ ഉള്ളൂ. പിന്നെയുള്ളത് ആൻറ്റിന ഉണ്ട്, Type C ചാർജിങ് പോർട്ട് ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇപ്പോൾ പോക്കറ്റ് റേഡിയോയ്ക്കൊക്കെ നല്ല ഡിമാൻഡാണ്. ഒരുപാട് പേര് നമ്മുടെ പോക്കറ്റ് റേഡിയോ ഒക്കെ ഓൺലൈനിൽ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഐബെല്ലിൻ്റെ ഹെഡ്ലൈറ്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഗ്യാരണ്ടി ഉള്ള നല്ല കമ്പനി ഹെഡ്ലൈറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഐബെല്ലിൻ്റെ നമുക്ക് നേരത്തെ ഉള്ളതായിരുന്നു, ഇപ്പോൾ കുറച്ചാളായിട്ട് സ്റ്റോക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ വീണ്ടും അത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇതാണ് ഐബെല്ലിൻ്റെ ഒരു ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 5 ലൈറ്റ് മോഡാണ് ഇതിന് വരുന്നത്. അതായത് 5 മോഡിൽ ഇത് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. USB ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഇന്നിപ്പോൾ നമ്മൾ സ്റ്റോക്ക് വന്നിരിക്കുന്ന ഐറ്റംസ് ആണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ മിസ്സാകാതെ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഷോപ്പിൻ്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൂട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഷോപ്പിൽ വരിക. അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഷോപ്പിൽ വരാൻ പറ്റുന്നില്ല, ദൂരെയൊക്കെ ആണെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ പ്രോഡക്ട്സ് അയച്ചു തരുന്നതുമായിരിക്കും. പിന്നെ ഐബെല്ലിൻ്റെ എമർജൻസി ലൈറ്റ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബൾബും കൂടെ ഉള്ള ഒരു മോഡലാണ്. ഇത് ട്യൂബ് പോലെ തെളിയുകയും ചെയ്യും, LED ആണ്, ട്യൂബ് പോലെ തെളിയുകയും ചെയ്യും, ബൾബും കൂടെ ഉള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു സൈസാണ്. അതിൻ്റെ തന്നെ വലിയ സൈസ് വന്നിട്ടുണ്ട്.
ഇത് LED മോഡലാണ്. അത്തേൽ നമുക്ക് ഡിമ്മർ ബ്രൈറ്റ് അങ്ങനെ 3 ഓപ്ഷനിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിന് USB പോർട്ട് ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതേൽ അങ്ങനെ സെപ്പറേറ്റ് ഒരു ടോർച്ച് ഓപ്ഷൻ ഇല്ല. ഇതാണ് വലിയ മോഡൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ്. അടുത്തത് നമുക്ക് ഒരു ഫ്ലാഷ് ലൈറ്റ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, വീഡിയോ ഒക്കെ കാണിച്ചിട്ടുള്ളതാണ്. 5 ലൈറ്റ് മോഡ്, 5 മോഡിൽ ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. സൂമിംഗ് ഉള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കൊളുത്തിയിടാനായിട്ട് ടോർച്ചിൻ്റെ സൈഡിൽ ഒരു ക്ലിപ്പും ഉണ്ട്. അത്രയൊക്കെയാണ് ഈ ഒരു ടോർച്ചിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ, ഇത് നമുക്ക് സൈഡിൽ എമർജൻസി ലാമ്പ് പോലെ സൈഡിലും കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫ്ലാഷ് മോഡുണ്ട്, SOS മോഡുണ്ട്, സൈഡിൽ എമർജൻസി ലാമ്പുണ്ട്. അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉള്ള വേറൊരു ടോർച്ചാണിത്. അതിൻ്റെ തന്നെ വേറൊരു മോഡൽ ടോർച്ച്, ഈ ഒരു ടൈപ്പ് ടോർച്ചാണ് വന്നിരിക്കുന്നത്. ഇതും USB ചാർജിങ് ആണ്, 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് നല്ല വെളിച്ചമുള്ള ഒരു ഫ്ലാഷ് മോഡ് വന്നിട്ടുണ്ട്, ഫ്ലാഷ് മോഡ് ലൈറ്റ്. അപ്പോൾ ഇത് 7500 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. 5 മോഡാണുള്ളത്, സൂമിങ് ഓപ്ഷനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ടോർച്ചുകളുടെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. കാരണം ഇത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടില്ലാത്ത ഒരു മോഡലാണ് ഈ ടോർച്ച്. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം, റിവ്യൂ ചെയ്ത് തരാവേ. അടുത്തത് വെയിങ് മെഷീനാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഈ പ്രോഡക്റ്റ് ഇവിടെ വിറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളൊരു വെയിങ് മെഷീൻ എടുക്കുന്നത്, ഐബെല്ലിൻ്റെ. പക്ഷേ ഈ വെയിങ് മെഷീൻ കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. 180 കിലോ വരെ നമുക്ക് ഇതിൽ വെയിറ്റ് നോക്കാനായിട്ട് പറ്റും. സ്ലിമ്മാണ് കേട്ടോ സാധനം, ഭയങ്കര സ്ലിമ്മാണ്, ചെറുതാണ്, തീരെ കട്ടിയില്ല. പക്ഷെ നമുക്ക് ഇതുണ്ടോ, ഇത്രയും ചെറിയ ഒരു ലൈറ്റ് വെയിറ്റ് വെയിങ് മെഷീനാണ്. 180 kg വരെ നമുക്ക് ഇതിനകത്ത് വെയിറ്റ് നോക്കാനായിട്ട് പറ്റും. ഇത് ഗ്ലാസ് ആണ്, പൊട്ടത്തൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത് 2 AAA ബാറ്ററി വെച്ചാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോഡക്റ്റും കൂടെ ഇനി നമ്മുടെ ഷോപ്പിൽ കാണും. ഇതൊക്കെ 1000 രൂപ താഴെയുള്ളൂ കേട്ടോ റേറ്റ്. അപ്പോൾ ഇത് നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, ന്യൂട്രി ബ്ലെൻഡർ. ഇത് 3 ജാറിൻ്റെ ന്യൂട്രി ബ്ലെൻഡർ ആണ്. 600 വാട്ട്, 2400 RPM. ഇതിനകത്ത് 2 സ്പീഡാണ്. അതുപോലെ ജാറ് 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റിവ്യൂ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ തന്നെയായിട്ട് വേറൊരെണ്ണം ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഇന്ന് സ്റ്റോക്ക് വന്നിരിക്കുന്നത് സീലിംഗ് ഫാൻ വന്നിട്ടുണ്ട് ഐബെല്ല്. ഇതൊക്കെ നമ്മൾ നേരത്തെ തൊട്ട് ഇവിടെ നമ്മൾ വിറ്റോണ്ടിരുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഐബെല്ലിൻ്റെ സീലിംഗ് ഫാൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 1300, 1500 ആ ഒരു റേറ്റ് ഒക്കെയാണ് വരുന്നത്. 2 ഇയർ വാറണ്ടി ഉള്ള ഒരു പ്രോഡക്റ്റാണിത്. അതിൻ്റെ ഐവറി കളറുണ്ട്, ബ്രൗൺ കളറും ഉണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ ട്രോളി സ്പീക്കർ. ഈ ഒരു ട്രോളി സ്പീക്കറിന് റിമോട്ട് ഫംഗ്ഷൻ ഉണ്ട്, FM റേഡിയോ ഉണ്ട്, ബ്ലൂടൂത്ത് ഫംഗ്ഷൻ ഉണ്ട്, ഇൻപുട്ട് മൈക്ക് ഉണ്ട്. അപ്പോൾ മൈക്ക് ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നല്ല അത്യാവശ്യം നല്ല സൗണ്ട് ഉള്ള ക്ലാരിറ്റി ഉള്ള ഒരു ട്രോളി ബോക്സ് ആണ്. നമുക്ക് ചെറിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വീടുകളിൽ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ട്രോളി സ്പീക്കർ. പിന്നെ ഇത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, റീചാർജബിൾ ഫാനാണ്. ഇത് ഫാൻ വിത്ത് ലൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 hours വരെ ബാക്കപ്പ് കിട്ടുന്ന ഒരു ഫാനാണ്. 3 സ്പീഡ് ഉണ്ട്. ചാർജ് ചെയ്തും യൂസ് ചെയ്യാം, ഡയറക്റ്റ് കറണ്ടിൽ കൊടുത്തും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തൊട്ട് ഇവിടെ വിൽപ്പനയുള്ള ഐറ്റംസ് ആണ്. 2000 വാട്ടിൻ്റെ ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ 2 ടൈപ്പ് ഉണ്ട്, ടച്ച് ഉണ്ട്, സ്വിച്ച് ഉള്ളതുണ്ട്. താരതമ്യേന ടച്ച് ഓപ്ഷൻ ഉള്ളതിന് വില കൂടുതലാണ് സ്വിച്ച് ഉള്ളതിനേക്കാളും. ഇതും 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റാണ്.
പിന്നെയുള്ളത് ഇൻസെക്റ്റ് കില്ലർ. അപ്പോൾ ഇതും നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. ഇത് നമ്മൾ കറണ്ടയിൽ കൊടുത്ത് ഓണാക്കി രാത്രിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു നീല വെളിച്ചമാണ് വരുന്നത്. അപ്പോൾ ഈച്ച പോലെയുള്ള ജീവികളൊക്കെ അതിലേക്ക് വന്ന് അത് നശിച്ചു പൊക്കോളും. പക്ഷെ കൊതുകിനെ പിടിക്കാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ഗ്രില്ല് കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ളൂ. അപ്പോൾ കൊതുകിനെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. ഈച്ച പോലെയുള്ള ചെറിയ വണ്ട് അങ്ങനെയുള്ളതിനെയൊക്കെ പിടിക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഇൻസെക്റ്റ് കില്ലർ എന്ന് പറയുന്നത്. ഇത് 30 വാട്ടിൻ്റെയാണ് ഇൻസെക്റ്റ് കില്ലർ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഐബെല്ലിൻ്റെ തന്നെ ഗ്യാസ് സ്റ്റൗ ആണ്. ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ്. 2 ബർണറിൻ്റെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൗവിന് 3 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി പറയുന്നത്. 2 ഇയർ ഫുൾ വാറണ്ടി പ്ലസ് 1 ഇയർ ഫോർ ഗ്ലാസ് ടോപ്പ് ആൻഡ് ബർണേഴ്സ്, അത്രയും ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇതും താരതമ്യേന വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോഡക്റ്റ് ആണ് നിങ്ങളെ കാണിക്കാനുള്ളത്. ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരിക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ടോർച്ചിൻ്റെയും ന്യൂട്രി ബ്ലെൻഡറിൻ്റെയും ഒക്കെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.